ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിലെ കാഴ്ചകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നാ പറയാനാ, ഇത് കാണുന്ന പിണറായി വിജയന്റെ അവസ്ഥ ആലോചിച്ച് നോക്കണേ. കസേരയ്ക്ക് വേണ്ടി കിടന്ന് അടികൂടുന്ന കോൺഗ്രസ് നേതാക്കൾ. തിങ്കൾ ചൊവ്വ രമേശേട്ടൻ, ബുധൻ വ്യാഴം വി ഡി സതീശേട്ടൻ, പിന്നെ വെള്ളി ശനി KC വേണുഗോപാലേട്ടൻ, ഞായറാഴ്ച ലീവ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിണറായി വിജയന്റെ ആദ്യത്തെ 5 വർഷക്കാലം വളരെ മികച്ച രീതിയിൽ അവർ ഭരിച്ചു. ഇല്ലെന്നൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കോവിഡ് വന്നപ്പോഴും യുനെസ്കോയുടെ ഒക്കെ പ്രത്യേക അഭിനന്ദനം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ആരോഗ്യ മേഖലയിലൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു, നല്ല ഭരണം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ രണ്ടാമത്തെ 5 വർഷം ഒരു മുഖ്യമന്ത്രി ജനങ്ങളോട് എങ്ങനെ പെരുമാറാൻ പാടില്ല എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു പിണറായി വിജയൻ. ഞാൻ നല്ല തന്തൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അതിനകത്ത് വിഷമം തോന്നേണ്ട കാര്യമില്ലല്ലോ. ഇനി ഞാൻ സംസാരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എനിക്ക് ഒന്നും സംസാരിക്കാതെ ഇറങ്ങി പോകേണ്ടതായിരിക്കും. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അടുത്ത 5 വർഷം കഴിഞ്ഞ് മേ ബി വരും, വരാതിരിക്കാം, സ്വാഭാവികം. പിന്നൊരു കാര്യം, UDF തരംഗം എന്നൊക്കെ പറയുന്നു, ഒരു തരംഗവും ഇല്ല. പിണറായിയോടുള്ള വെറുപ്പ് കൊണ്ടിട്ടാണ് ആൾക്കാർ മാറ്റിക്കുത്തിയത്. BJPക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. സോ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ളൊരു സംസാരം ഉള്ളതുപോലെ തന്നെ 5 വർഷം അവർ ഭരിച്ചോട്ടെ എന്ന് കരുതി UDFന് ഇട്ടുകൊടുത്ത വോട്ടാണ്. പക്ഷെ കണ്ടില്ലേ, അത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് പോലും ആ ഒരു രാഷ്ട്രീയം ഇനിയാണ്. ഇത്രയും കഴിഞ്ഞ 5 വർഷം ടെററായിട്ട് പോയിക്കിട്ടുന്ന കേരള രാഷ്ട്രീയം ഇനിയാണ് ട്വിസ്റ്റും എക്സൈറ്റഡും ഒരു സിനിമ പോലെ ആവാൻ പോകുന്നത് അല്ലേ? അതെങ്ങനെയാ ഞാൻ പറയണ്ടത്? ശരി, 3 വർഷം